ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു കുട്ടി പെരുന്നാൾ വ്ളോഗ് കാണാം ഗൈസ്. അങ്ങനെ പെരുന്നാളിൽ നിന്ന് രാവിലെ ഞാൻ ഉറക്കണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൈ നോക്കിയപ്പോൾ ഞാൻ ഇട്ട മൈലഞ്ച് ഫുള്ള് കൊളായി ഗൈസ്. ഇത് ഇട്ടപ്പോഴേ കൊളായെന്നറിയാം, എന്നാലും രാവിലെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരണമെന്നും പറഞ്ഞ് കാണിച്ചതാണ്. സംഭവം ഞാനിട്ട സമയത്ത് ഒരു മൈലഞ്ച് ഇതൊന്നും പറഞ്ഞില്ല. ഒരു മൈലഞ്ചിന് വന്ന് ഫുള്ളും വെള്ളമായി, മോഡലൊന്നും വരയ്ക്കാൻ പറ്റാതെ പോയി. അങ്ങനെ വെളിയിരുന്നപ്പോൾ നോക്കിയപ്പോൾ വാപ്പ കുളിച്ച് കുട്ടപ്പനായി പള്ളിയിലോട്ട് പോകണം ഗൈസ്. അങ്ങനെ വാപ്പ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്, കാരണം ഇവിടെ കറണ്ട് ഇല്ലേ. കറണ്ട് വന്ന് വെള്ളം ഒഴിച്ച ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് അന്നേരം നിസ്കരിക്കാൻ പോവുകയാണ്. അങ്ങനെ നിസ്കരിക്കാൻ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട്. ഇത് ഒരെണ്ണേ കഴിച്ചുള്ളൂ, കാരണം ഇന്നലെ രാത്രിയും പൊറോട്ടയും ചിക്കൻ കറി ആയതുകൊണ്ട് രാവിലെ നിസ്കരിക്കുന്നതിന് മുമ്പ് കാപ്പി കുടിക്കണമെന്നും പറഞ്ഞ് കഴിച്ചതാണ്. അത് കഴിച്ച ശേഷം ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ പോയപ്പോൾ ഉച്ചയൊക്കെ ആയപ്പം ബിരിയാണി ആയിരുന്നു. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയി നോക്കിയാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചൊരു മാംഗോ ബാറിൻ്റെ ഐസ്ക്രീം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന ഒരു ചിക്കൻ പപ്സാണ്. എന്തോ ഭയങ്കര വിശപ്പാണ് നോമ്പ് കഴിഞ്ഞാൽ, ഞാനൊന്നും അറിയത്തില്ല. ഇതെല്ലാം കഴിച്ച് സെറ്റായതിനു ശേഷം ഞങ്ങളങ്ങോട്ട് ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അടിപൊളി ബിരിയാണി ആയിരുന്നു ഗൈസ്. ബിരിയാണിയും ചിക്കൻ കറിയും സാലഡും പപ്പടവും പിന്നെ അച്ചാറും കൂടെ ഉണ്ട്. അച്ചാർ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമല്ല ബിരിയാണിയുടെ, എന്നാലും സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് അച്ചാർ കഴിച്ച് നോക്കിയാൽ കൊള്ളാം, അങ്ങനെ തോന്നുള്ളൂ. അല്ലാതെ അച്ചാർ എനിക്ക് നിർബന്ധമില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പപ്പടവും കൂടെ പൊടിച്ച് വെച്ച് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് പിന്നെ മധുരം കഴിക്കണമല്ലോ. ഞാനാണെങ്കിൽ ഉണ്ടാക്കി വെച്ച ബൂസ്റ്റിൻ്റെ ഐസ്ക്രീം എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 ടീൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഒരെണ്ണം ഞാൻ അൽഫിയും കൂടെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ പകുതി കഴിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് സായി അവന് ഞാൻ കുറച്ച് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വേറൊരു ടിന്നാണ്. ഇത് നമ്മൾ എടുത്ത് നോക്കിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതുകൊണ്ട് കഴിച്ചിട്ട് പോയി കിടന്ന മാത്രമേ നമ്മൾ ഗൈസ്. പിന്നെ ഞാൻ നിൽക്കുന്നത് 5:30 ശേഷമാണ്. ബിരിയാണിയും കഴിച്ച് മധുരവും കഴിച്ച് ഫുള്ള് മത്തടിച്ച് ഞാൻ പോയി കിടന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താത്താരുടെ വീട്ടിലോട്ടാണ് പോയത്. താത്താരുടെ വീട്ടിലോട്ടായപ്പോൾ താത്താര ഇളയ കൊച്ചാണ്. ഇവളാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഇവള് നമ്മളിലെ വീഡിയോസിലെ കൈ അണിച്ച് വിളിക്കൂലേ, ആര് കൈ അണിക്കുമ്പോൾ പോകുന്നത്, അങ്ങനെ 2 പ്രാവശ്യം കൈ അണിച്ചപ്പോൾ ഇവളെ എൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിന് എന്നെയാണ് ഇഷ്ടം ഗൈസ്, നിങ്ങളാരെയും ഇഷ്ടമല്ലെന്നും പറഞ്ഞ് എൻ്റെ മടിയിൽ കുറേ നേരം എൻ്റെ മടിയിൽ തന്നെ അവൾ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കഴിച്ചതാണെങ്കിൽ അടിപൊളി പത്തിരിയും ബീഫ് കറിയാണ്. ഇങ്ങനത്തെ നൈസ് പത്തിരിയും ബീഫ് കറിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കുട്ടിപ്പട്ടാളം കൂടെ ഞങ്ങൾ വെളിയിലോട്ട് വന്ന് കുറച്ച് നേരം ഞങ്ങളിതാ ഇതിൻ്റെ കൂടെയൊക്കെ കളിയായിരുന്നു. ഇതൊക്കെ രണ്ടും ഓരോരുത്ത് അടങ്ങി നിൽക്കില്ല, വിരിവിരാ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മളും അതിന് ഒട്ടും ബാക്കിലല്ല. പിന്നെ ഞാനും എൻ്റെ അൽഫിയും. അവൾ പിന്നെ എന്തായാലും ഒരിക്കലും വീഡിയോയിൽ പോലും നല്ലപോലെ തിരിക്കുമ്പോൾ വരാത്തവളാണ്. ഇപ്പോൾ എന്തോ ഞാൻ കുഴപ്പമില്ല, ഞാൻ വീഡിയോയിൽ വന്നോളാമെന്നും പറഞ്ഞ് വന്നതാണ്. നിങ്ങൾ എന്നെ കണ്ടോ, പിന്നെ എന്ത് പറയാനാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരെല്ലാവരും കൂടെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഹാളിലും കിടത്തായി. ഒരു 5-6 തലേണയൊക്കെ വാരിയിട്ട് തളർന്ന് ഞങ്ങൾ 3 പേരും കൂടെ കിടത്തായി. ആ സമയത്ത് ഇടയ്ക്ക് മൂത്തും കൊണ്ടുവന്ന് ഇതെന്തോ സാധനം എള്ളുണ്ട്, അത് തന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടല്ലോ, ഇതും തന്ന്. ഞാൻ ഇപ്പം പറയണെങ്കിൽ നാരങ്ങ കൈ വെച്ച് പൊടിഞ്ഞൊക്കെ ഇപ്പോൾ നമ്മൾ നാരങ്ങ കുടിക്കണ കുറേ കഴിഞ്ഞല്ലോ. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നു. ഒരു 9-9:30 ആയപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് വാപ്പ കൊല്ലത്തോട്ട് പോയിരുന്നു. അപ്പം വാപ്പ പിന്നെ നമ്മളോട് ഒന്ന് പെരുന്നാളിന് ബിരിയാണി കഴിക്കുകയല്ലായിരുന്നു. ചെറിയൊരു മരണം വന്ന് അപ്പോൾ വാപ്പയുടെ കുടുംബത്തിലായിരുന്നു. വാപ്പ അങ്ങനെ അങ്ങോട്ട് പോയിരുന്നു. അങ്ങനെ പോയിട്ട് വാപ്പ വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. 10 മണിയായപ്പോൾ വാപ്പക്ക് പിന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാൻ അൽഫി വീണ്ടും പോയി ഫുഡ് കഴിച്ച ഒരു മനസ്സുഖം. അങ്ങനെ വാപ്പ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ നമ്പാട്ടിയൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഉമ്മ പോയി കിടന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഉറങ്ങിയെന്ന് വെച്ചൊരു 12:30 കഴിഞ്ഞ് എല്ലാവരും കൂടെ സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം TV ഒക്കെ കണ്ട്. TV ഏതോ ഒരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ കുറച്ച് ഉറക്കം വന്നപ്പം പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്